അലാസ്കയിലെ ആങ്കറേജിൽ ഒരു ചർച്ച നടക്കുന്നു. ആ ചർച്ച അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ചർച്ചയാണ്. ഈ ചർച്ച അവിടെ നടക്കുന്നതിന് മുമ്പ് റഷ്യയുടെ പ്രസിഡന്റ് ഏകാധിപതിയാണ് പുടിൻ. ഈ പുടിൻ എന്ന് പറയുന്ന പ്രസിഡന്റിനെ ലോക നേതാക്കളെല്ലാം തന്നെ ഭയപ്പെടുന്നു. പുടിൻ്റെ അടുത്ത് പോയി നിൽക്കാനോ, പുടിൻ്റെ അടുത്ത് സംസാരിക്കാനോ, പുടിൻ്റെ തോളിൽ കൈയിടാനോ, പുടിനെ ഒന്ന് കെട്ടിപ്പിടിക്കാനോ പോലും ലോക നേതാക്കൾ ഒന്ന് ഭയക്കും. കാരണം പുടിൻ്റെ ചാരന്മാർ ചുറ്റും കാണുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പുടിന് ഇതിന് ചില സൈൻ ലാംഗ്വേജ് ഉണ്ട്, അതായത് ചാരന്മാരെ വിളിക്കുന്നതിനും മറ്റും. എന്തായിരുന്നാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രമാണ് പുടിനെ ആലിംഗനം ചെയ്യാൻ പോലും ഉപാധികളില്ലാതെ നിലവിൽ പറ്റുന്നത് നമുക്ക് കൃത്യമായി പറയാനായി സാധിക്കും. എന്തായാലും ഹിറ്റ്ലർ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഏകാധിപതി അല്ലെങ്കിൽ സ്വേച്ഛാധിപതിയുടെ തോളിൽ കൈയിട്ട് സംസാരിക്കാൻ ഒരേ ഒരാൾക്കേ ഈ ലോകത്ത് കഴിയുമായിരുന്നുള്ളൂ. അതാരാണെന്നറിയാമോ? അത് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസാണ്. ഈ സുഭാഷ് ചന്ദ്രബോസിനെ പോലെ ഇപ്പോൾ പുടിൻ എന്ന് പറയുന്ന ഏകാധിപതിയുടെ തോളിൽ കൈയിട്ട് സംസാരിക്കാൻ ഒരു ഉപാധികളുമില്ലാതെ സംസാരിക്കാൻ കഴിയുന്ന ഒരേ ഒരു നേതാവ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. എന്തായാലും ഈ അലാസ്കയിലെ ആങ്കറേജിൽ ഈ ഒരു ചർച്ച നടക്കുന്നതിന് മുമ്പ് ഇന്ത്യയിലേക്ക് ഒരു കോൾ വരുന്നു. ആ കോളിന് ശേഷം പെട്ടെന്ന് അമേരിക്കയുടെ ടെക് ഭീമന്മാരെല്ലാം വലിയ രീതിയിൽ ബഹളം ഉണ്ടാക്കുന്നു. ആ ബഹളം എന്ന് പറയുന്നത് ഞങ്ങൾ വലിയ നഷ്ടത്തിലാകാൻ പോകുന്നു, ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു മാർക്കറ്റാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ പുതിയ സോഷ്യൽ മീഡിയ ആപ്പുകളെല്ലാം തന്നെ ഉണ്ടാക്കാൻ, രാജ്യത്തിൻ്റേത് സ്വന്തമായി ഉണ്ടാക്കാനുള്ള ആഹ്വാനം നടത്തിയിരിക്കുന്നു എന്നാണ് അവർ പ്രധാനമായിട്ടും പറഞ്ഞത്. ഈ വലിയ മാർക്കറ്റ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ള ചർച്ചയായിരുന്നു പ്രധാനമായിട്ടും അമേരിക്കൻ ടെക് ഭീമന്മാർ അമേരിക്കയിൽ നടത്തിയത്. ടെക് ഭീമന്മാർ മാത്രമല്ല, അതായത് ഗൂഗിൾ, ആപ്പിൾ, മൈക്രോസോഫ്റ്റ് പോലുള്ള ഭീമന്മാർ മാത്രമല്ല, കൊക്കക്കോള, ജില്ലറ്റ് പോലുള്ള വൻകിട കമ്പനിക്കാരും ഇതേ ചർച്ച തന്നെയാണ് അവിടെ നടത്തിയത്. എന്തായാലും ഈ ചർച്ച കഴിഞ്ഞു, അതായത് അലാസ്കയിൽ ട്രംപ് പുടിനുമായിട്ടുള്ള ചർച്ച കഴിഞ്ഞു. ഒരു കോൾ വീണ്ടും വരുന്നു, അതായത് അമേരിക്കയിലേക്ക് ചർച്ചയ്ക്ക് പോകുന്നും ഒരു കോൾ വന്നു, ചർച്ച കഴിഞ്ഞും ഒരു കോൾ വന്നു. ആ രണ്ട് കോളിനുമിടയിൽ സംഭവിച്ചത് എന്താണ്? അതിനുശേഷം ഇന്ത്യയുടെ താരിഫ് 2 ആഴ്ചത്തേക്ക് മരവിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പ്രധാനമായും ആരാണ് വിളിച്ചത്? വ്ളാഡിമിർ പുടിനാണ് വിളിച്ചത്. അതായത് ചർച്ചയ്ക്ക് പോകുന്ന മുമ്പ് നരേന്ദ്രമോദി അദ്ദേഹം പുകഴ്ത്തിയിരുന്നു. അന്താരാഷ്ട്ര മേഖലയിൽ നരേന്ദ്രമോദിയോളം സ്വാധീനമുള്ള അല്ലെങ്കിൽ ഇന്ത്യയോളം സ്വാധീനമുള്ള ഒരു രാജ്യം വേറെ ഇല്ല എന്നാണ് പുടിൻ പറഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ പുടിൻ വിളിച്ചിരിക്കുന്നു. നരേന്ദ്രമോദി അത് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് ഇതാണ്: താങ്ക് മൈ ഫ്രണ്ട് പ്രസിഡന്റ് പുടിൻ ഫോർ ഹിസ് ഫോൺ കോൾ ആൻഡ് ഫോർ ഷെയറിംഗ് ഇൻസൈറ്റ്സ് ഓൺ ഹിസ് റീസെന്റ് മീറ്റിംഗ് വിത്ത് പ്രസിഡന്റ് ട്രംപ് ഇൻ അലാസ്ക. അതായത് പ്രസിഡന്റ് ട്രംപുമായി അലാസ്കയിൽ നടന്ന മീറ്റിംഗ് വള്ളിപുള്ളി തെറ്റാതെ എന്നെ വിളിച്ച് പറഞ്ഞതിന് പ്രസിഡന്റ് പുടിന് വളരെ നന്ദി എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, റഷ്യൻ പ്രസിഡന്റ് ഇത് വേറൊരു ലോക നേതാവിനെ വിളിച്ച് വള്ളിപുള്ളി തെറ്റാതെ കാര്യങ്ങൾ പറയണമെങ്കിൽ ആ വിളിച്ച് പറയുന്നയാൾ, അതായത് നരേന്ദ്രമോദി, എത്രത്തോളം പവർഫുൾ ആയിരിക്കും എന്ന് നമ്മൾ ആലോചിക്കണം. എന്തായാലും ഇന്ത്യ ഹാസ് കൺസിസ്റ്റൻ്റ്ലി കോൾഡ് ഫോർ a peace resolution of the Ukraine conflict and support all efforts in this regard. I look forward to our continued exchanges in the days to come എന്നാണ് നരേന്ദ്രമോദി ഇട്ടിരിക്കുന്നത്. അതായത് യുക്രൈനും റഷ്യയുമായിട്ടുള്ള യുദ്ധം നിർത്താനുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ പിന്തുണ നൽകുന്നു എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. വാസ്തവത്തിൽ ഇവിടെ ഉയരുന്ന ചോദ്യം, എന്തിനാണ് പുടിൻ നരേന്ദ്രമോദിയെ ചർച്ചയ്ക്ക് പോകുന്ന മുമ്പും ചർച്ച കഴിഞ്ഞും വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? എന്തായിരുന്നു പുടിൻ്റെ ലക്ഷ്യം? ഇനി നരേന്ദ്രമോദിയാണോ പുടിൻ്റെ പിറകിൽ? അതായത് പുടിൻ്റെ പിറകിൽ എന്ന് പറഞ്ഞാൽ വാട്ട് ഐ മീൻ ഈസ്, നരേന്ദ്രമോദിയാണോ പുടിന് സമ്പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഈ ചർച്ചയ്ക്ക് പോലും കൊടുത്തത് എന്നുള്ള അഭ്യൂഹങ്ങളും സംശയങ്ങളുമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ചർച്ച നടത്തിയത് റഷ്യയും US-ഉമായിരുന്നുവെങ്കിലും ഇപ്പോൾ അമേരിക്ക മുഴുവൻ അലയടിക്കുന്നത് ഇന്ത്യയുടെയും നരേന്ദ്രമോദിയുടെയും പേരാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.